ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ ഞങ്ങൾ 4 പേരും കൂടി വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഒരു അമ്പലം വരെ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട്, അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം താണ്ടി അമ്പലം എത്താനായി. ഏകദേശം ഈ സ്ഥലം കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോയെന്ന്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള മേൽപ്പഴനി എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലേക്കാട്ടോ നമ്മൾ വന്നത്. ഇവിടെ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി, അമ്പലത്തിലൊക്കെ തൊഴുത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രധാന ഗസ്റ്റ് എത്തി. ആശിക്കുട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസം കേട്ടോ ഇന്ന്. അങ്ങനെ ആശിക്കുട്ടനെ കളിപ്പിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഒന്ന് പൂജിക്കാമെന്ന് വിചാരിച്ചു. വിജയദശമിക്കാണല്ലോ. അപ്പം അച്ചേട്ടൻ വണ്ടിയൊക്കെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോയി. വണ്ടിയൊക്കെ പൂജിച്ച് വണ്ടിയൊക്കെ പതുക്കെ മുന്നോട്ടെടുത്ത് ഞങ്ങൾ മെല്ലെ ആശിക്കുട്ടൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടന്നു. എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആശിക്കുട്ടനെ ഇന്ന് ഞങ്ങൾ മൊട്ടക്കുട്ടനാക്കാൻ പോവാണ്. ഒരു കുഴപ്പമില്ലാതെ, ആരോടും ഒന്നും പറയാതെ, ഒരു കരച്ചിലില്ലാതെ ആശിക്കുട്ടൻ അച്ചുമാമൻ്റെ മടിയിൽ അങ്ങനെ അടങ്ങിയിരുന്ന് അങ്ങനെ ആശിക്കുട്ടൻ്റെ മുട്ടയടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോവാണ് കേട്ടോ. മുട്ടയടിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകണമെന്ന് അവിടെ എന്തോ ചടങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 1 മണി ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ കാറിലേക്ക് വന്ന് കാറിൽ കയറി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 1 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് നമുക്ക് നോക്കാൻ കൂടി പറ്റില്ലായിരുന്നു, അത്രയ്ക്കും വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് വെയിലാണെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. നമ്മൾ തണൽ നോക്കിയൊരു സ്ഥലത്ത് നിർത്തി. ബീച്ചിലെത്തിയാൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വാങ്ങുന്നൊരു സാധനമാണ് നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങൾ. അവിടെ നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നല്ലൊരു അടിപൊളി മന്തിയും കഴിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ബായ്.